സൂറത്തുൽ ഖാരിഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് വിശുദ്ധമായ സൂറത്തിൽ പറയുന്നത്. മഅനൽ കലിമാത്ത് അൽ മബ്സൂസ് എന്ന വാക്കുണ്ട്. അൽ മുൻതശിറുൽ മുതഫദ്ദിഖു വ്യാപരിച്ച പരന്നു കിടക്കുന്ന. കൽ ഇഹിൻ കസ്സൂഫ്, സൂഫ് എന്ന് പറഞ്ഞാൽ രോമം. അൽ മൻഫൂഷ് അൽ മുതഫദ്ദിഖു അവിൽ മസ്ബൂഖു, അൽ മുതഫദ്ദിഖു അവിൽ മസ്ബൂഖു അതും വിഭിന്നമായി ഛിന്ന ഭിന്നമായി കിടക്കുന്ന. അതുപോലെ തന്നെ മസ്ബൂഖു അങ്ങനെ ചായം മുക്കപ്പെട്ട. ഫഉമ്മുഹു എന്ന വമഅവാഹു അവൻ്റെ അഭയകേന്ദ്രം. ഹാവിയ എന്ന് പറഞ്ഞ ഹുഫ്റത്തുൻ അമീഖത്തുൻ ഫി ജഹന്നം നരകത്തിലെ ആഴമുള്ളൊരു കുഴി. ഹാമിയ മുൽത്തഹിബത്തുൻ ശദീദത്തുൽ ഹരി ആളിക്കത്തുന്ന ശക്തമായ ചൂടുള്ളത് എന്നർത്ഥത്തിന്. അപ്പോൾ നോക്കാം. തഫ്സീറു അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. അൽ ഖിയാമത്തു യഅതി അൽ ഖിയാമത്തുല്ലതി തഖറഉൽ ഖുലൂബ, ഹൃദയങ്ങളെ വന്നു മുട്ടുന്ന. ഡോറിന് മുട്ടുക എന്ന് പറഞ്ഞ മാതിരി ഹൃദയങ്ങളെ വന്നു തട്ടിമുട്ടുന്ന ഖിയാമത്ത് നാള്. ബിഹൗലിഹ, അതിൻ്റെ ഭയാനകത കൊണ്ട്. ഖിയാമത്ത് നാളിലെ ഭയാനകത കൊണ്ട് അത് ഹൃദയങ്ങളെ വന്നിങ്ങനെ തട്ടും. വഅയ്യു ശൈഇൻ ഹിയൽ ഖാരിഅ, എന്താണ് ഖാരിഅ എന്ന് നബിയെ അങ്ങേക്കറിയുമോ? വഅയ്യു ശൈഇൻ അഅലമക മാ ഹിയ, എന്താണ് ഖാരിഅയെ കുറിച്ച് അങ്ങേക്ക് പഠിപ്പിച്ചു തന്നത്? അങ്ങെന്താണ് അതിനെക്കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത് നബിയെ? ഇൻദമാ തഖൂമുൽ ഖിയാമത്തു, ഖിയാമത്ത് നാള് അവിടെ രൂപപ്പെടുന്ന സമയത്ത്, യുസ്ബിഹുൽ ഇൻസാനു കഅന്നഹു ഫറാശിൻ മുതഫദ്ദിഖുൻ, മനുഷ്യൻ ഛിന്ന ഭിന്നമായി പാറി നടക്കുന്ന ഒരു പ്രാണിയെപ്പോലെയാകും. വയസ്വീറുൽ ജിബാലു, വലിയ പർവ്വതങ്ങളൊക്കെ ആയിത്തീരും. കസൂഫിൽ മുൻതശിരിൽ മുതത്വഹിരി, പരന്ന് പാറി നടക്കുന്ന മലകൾ പ്രാണികളെപ്പോലെ, മനുഷ്യൻ പ്രാണികളെപ്പോലെയും മലകൾ രോമങ്ങളെപ്പോലെയും ഗത്യന്തരമില്ലാതെ നിർണയിച്ച ദിശയിലേക്ക് പോകാതെ സ്വയം തീരുമാനമില്ലാതെ കാറ്റിനൊത്തു താളം തുള്ളുന്നതായിത്തീരും. ഹൽ തഅരിഫു യാ റസൂലല്ലാഹ്, തിരുപ്രവാചകരെ അങ്ങറിയുമോ? മാഹിയൽ ഖിയാമത്തുല്ലതി തഖറഉൽ ഖുലൂബ ബിഹൗലിഹ, ഭയാനകത കൊണ്ട് ഹൃദയത്തെ വന്ന് തട്ടിമുട്ടുന്ന ഖിയാമത്ത് നാൾ എന്താണ് അങ്ങേക്കറിയുമോ നബിയേ? മാ അശദ്ദ അഹ്വാലഹ, അതിൻ്റെ ഭയാനകതകൾ ഇത്ര സ്ട്രോങ് ആക്കി വെച്ചത് എന്താണെന്ന് അങ്ങ് അറിയുമോ? ഫഹിയ ശൈഉൻ ലാ യുംകിനു ലിൽ ഇൻസാനി യതസവ്വറുഹു ലിശിദ്ദതിഹ, അതിൻ്റെ കാഠിന്യം കൊണ്ട് അതെന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയ്ക്കും കാഠിന്യമുള്ള ഒന്നാണ് നബിയെ ഖിയാമത്ത് നാള്. വലിഇലമി മാ യകൂനു ഫീഹാ മിൻ അഹ്വാൽ, അതിൽ ഉള്ള കാര്യങ്ങളെ, ഭീകരമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് കണക്കിലെടുക്കുമ്പോൾ അത് എന്താണെന്ന് മനുഷ്യന് നിർണയിച്ചു മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഗൗരവമുള്ളതാണ് ഖിയാമത്ത് നാള്. ഇന്നന്നാസ യകൂനൂന ഫീ ദാലികൽ യൗമി ഹയാറ, ജനങ്ങൾ ആ ദിവസം ആകെ പരിഭ്രാന്തരായിത്തീരും. ലാ യദുറൂന മാ യഫ്അലൂൻ, എന്താണ് ചെയ്യുന്നത് അവർക്കെന്നറിയില്ല. വകഅന്നഹുൽ ഫറാശുൽ മുതതായിറുൽ മുൻതശിർ, പരന്ന് പാറി നടക്കുന്ന പ്രാണികളെപ്പോലെയാണ് അവർ. വതകൂനുൽ ജിബാലു മിസ്ല സൂഫി, പർവ്വതങ്ങളെല്ലാം രോമങ്ങളെപ്പോലെയായിത്തീരും. അല്ലദീ നുഫിഷ ഫതഫറഖത് ശഅറാതുഹു ബഅ്ളുഹാ അൻ ബഅ്ളിൻ, ചിലതിനെ തൊട്ട് രോമങ്ങളൊക്കെ പറന്ന് കണക്ഷൻ വേറുപെട്ടിരിക്കുന്ന മംഫൂഷായി സ്കാറ്റേഡായി അവകൾ മാറും. ഹത്താ സ്വാറ യതീറു മാരിഹി, കാറ്റിനോടുകൂടെ മലകൾ പാറി നടക്കും. ഫഅമ്മാ മാ സഖുലത് മവാസീനുഹു, അപ്പോൾ ആരുടെയെല്ലാം മീസാനുകളാണോ കനം തൂങ്ങിയിട്ടുള്ളത്, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ സന്തുഷ്ടകരമായ ജീവിതത്തിലാണ്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു, ആരുടെയെല്ലാം മീസാനുകളാണ് കനം കുറഞ്ഞിട്ടുള്ളത്, ഫഉമ്മുഹു ഹാവിയ,
ഹാവിയ എന്ന നരകമാണ് അവൻ്റെ അഭയകേന്ദ്രം. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്നറിയുമോ നബിയെ? നാറുൻ ഹാമിയ, തിളച്ചുമറിയുന്ന ചൂടുള്ള നരകമാണ് നബിയെ. വല്ലതി റജഹത്ത് മവാസീനു ഹസനാറ്റിഹി, നന്മകളുടെ മീസാനുകൾ കനം തൂങ്ങിയവൻ, അലാ സയ്യാറ്റിഹി, തൻ്റെ തിന്മയേക്കാൾ. തിന്മയും നന്മയും കൂട്ടിവെച്ച് നോക്കുമ്പോൾ നന്മയ്ക്കു കനം തൂങ്ങിയവൻ. ഫഹുവ ഫീ ഈശത്തിൻ യർലാഹ, അവൻ ഇഷ്ടപ്പെട്ട ജീവിതത്തിലാണ്. വതഖറു ബിഹ ഐനു, അവൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ജീവിതത്തിലുമാണവൻ. വയുസറു ബിഹ ഖൽബുഹു, ഹൃദയം സന്തോഷിക്കും. വഅമ്മല്ലദീ നഖസത് ഹസനാതുഹു അൻ സയ്യിആതിഹി, തിന്മയെത്തൊട്ട് നന്മ കുറഞ്ഞവൻ, അളന്നു നോക്കുമ്പോൾ അവൻ്റെ തിന്മക്കാണ് കനം കൂടുതൽ. അങ്ങനത്തെ ഒരുത്തനോ ഫമസ്വീറുഹു ഇലാ നാരി ജഹന്നം, ജഹന്നമിലേക്കാണ് അവൻ്റെ ചെന്നുചേരൽ. യഹ്വി ഇലാ മഹ്വാത്തിഹ, അതിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ വീണുപോകും. വമാ ഇലമക മാ തിൽക്കൽ ഹാവിയ, നബിയെ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേക്ക് അറിയുമോ? ഇന്നഹ നാറും മുൽതഹിബത്തുൻ ശദീദത്തുൽ ഹറാറ, ചൂട് ശക്തമായ ആളിക്കത്തുന്ന തീയാണ് നബിയെ അത്. യകൂനു നാസു യൗമൽ ഖിയാമത്തി ഫരീഖാൻ, ജനങ്ങൾ അന്നേ ദിവസം രണ്ടു വിഭാഗങ്ങളാണ്. ഫരീഖുൻ റജഹത്ത് മവാസീനു ഹസനാത്തിഹി, നന്മകൾ കനം തൂങ്ങിയ ഒരു വിഭാഗവും, അലാ സയ്യാത്തി, തിന്മയേക്കാൾ. ഫജസാഉഹു വൽ ജന്ന, അവർക്ക് അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിൻ്റെ പൂന്തോട്ടമാണ് അവർക്കുള്ള പ്രതിഫലം. വയക്കൂനു ഫി ഹയാത്തിൻ മർലിയത്തിൻ ത്വയ്യിബ, ഉത്തമമായ സന്തോഷകരമായ ജീവിതത്തിൽ അവരുണ്ടാകും. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വഅമ്മാ മൻ റജഹത്ത് സയ്യിഅതുഹു അലാ ഹസനാതിഹി, നന്മ നോക്കുമ്പോൾ നന്മ കുറവാണ്, തിന്മയാണ് മുകളിലുള്ളത്. ഔ ലം യകുൻ ലഹു ഹസനാതുൻ യുഅ്തദു ബിഹാ, അല്ലെങ്കിൽ പരിഗണനീയമായ നന്മകളൊന്നും അവരുടെ അക്കൗണ്ടിലില്ല തന്നെ. ഫമസ്കനുഹു നാറുൽ മുൽതഹിബ ശദീദത്തുൽ ഹറാറ, ശക്തമായ ആളിക്കത്തുന്ന ചൂട് കൂടുതലുള്ള തീയുള്ള നരകമാണ് അവരുടെ വാസസ്ഥലം. സയഉവി ഫിഹാ അലാ റഅസിഹി സഹീഖതി കമാ യഉവിൽ വലദു ഇലാ ഉമ്മിഹി, ഒരു കുട്ടി തൻ്റെ ഉമ്മയിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കുന്നത് പോലെ ഇവർക്ക് അഭയകേന്ദ്രമായിക്കൊണ്ട് നരകത്തിലേക്ക് ഇവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു ജല്ല ജലാലുഹു തിന്മ കുറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് ചെന്നടക്കുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. നന്മ കരം തൂങ്ങി സ്വർഗത്തിൽ ചെന്നെത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.